ഹായ്, സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചാ വിഷയമായി മാറിയ ധനുഷ് കൃതി സെനോൻ ചലച്ചിത്രം തെരെ ഇഷ്ക് മേൻ രസകരമായ ചലച്ചിത്രത്തിന്റെ വിശദമായ കഥ നമുക്കൊന്ന് കേട്ടുനോക്കിയാലോ? കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ താല്പര്യമുള്ള പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും വീഡിയോ ഹൈപ്പ് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. കഥയെ ആരംഭിക്കുന്നത് ലേ ലഡാക്കിൽ നിന്നുമാണ്. ഫൈറ്റർ ജെറ്റ് പൈലറ്റായ ശങ്കർ നമ്മൾ പരിചയപ്പെടുന്നു. ശങ്കർ എന്ന പട്രോളിങ്ങിനായി പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് തങ്ങളുടെ മേഖലയിലേക്ക് എത്തുന്ന ഒരു ഫോറിൻ എയ്റോപ്ലെയിന്റെ സാന്നിധ്യം ശങ്കർ നോക്കിക്കാണുന്നത്. ഇന്ത്യൻ ടെറിട്ടറിക്കകത്തേക്ക് അത് കടന്നിട്ടില്ലെങ്കിലും ഇന്റർനാഷണൽ ഫൈറ്റിംഗ് മേഖലയിലാണെങ്കിൽ കൂടിയും അത് കണ്ടപ്പോൾ ശങ്കറിന് സംശയം തോന്നി. മേലധികാരികളുടെ നിർദ്ദേശങ്ങൾ അവഗണിച്ച് അഗ്രസീവായി ശങ്കർ ആ ഫ്ലൈറ്റിന്റെ അടുത്തേക്ക് പറന്നു. അവരെ ചൊടിപ്പിക്കാനും അവരോട് സംസാരിക്കാനും ആരംഭിച്ചു. ഇതൊന്നും പ്രവർത്തിക്കാൻ സാധാരണ മനുഷ്യന്റെ ധൈര്യം മതിയാവില്ല. ശങ്കറിന് ഭയം തീരെയില്ല. പോരാത്തതിന് വല്ലാതെ സ്റ്റെപ്പോണുമാണ്. ആ ഫോറിൻ ഫ്ലൈറ്റിനോട് അവിടെ നിന്ന് മാറിപ്പോകാൻ ശങ്കർ പറഞ്ഞു. പിന്നാലെ ശങ്കർ അവിടെ നിന്ന് ഫൈറ്റർ ജെറ്റ് തിരിച്ചു. പക്ഷേ ശങ്കറിന്റെ ഉദ്ദേശം ശരിയായിരുന്നു. ആ ഫോറിൻ ഫ്ലൈറ്റ് ഇന്ത്യയിൽ ആക്രമണം നടത്തണം എന്ന ഉദ്ദേശത്തോടെയായിരുന്നു എത്തിയിരുന്നത്. അതിനവർ പടക്കോപ്പുകൾ കൂട്ടുമ്പോൾ അങ്ങോട്ടേക്ക് ശങ്കർ പറന്നെത്തി. വീണ്ടും ശങ്കർ അവരെ ഒന്ന് വിറപ്പിച്ചു. ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ആക്രമണത്തിന് പോലും മേലധികാരികളുടെ നിർദ്ദേശം തള്ളി തയ്യാറെടുത്തു. പക്ഷേ ശങ്കറിന് എൻഗേജ് ചെയ്യേണ്ടി വന്നില്ല. ഭയന്ന ആ ഫോറിൻ ഫ്ലൈറ്റ് അവിടെ നിന്ന് പറന്നൊഴിഞ്ഞു. ശങ്കർ തിരികെ ലാൻഡ് ചെയ്തു. മേലധികാരികളുടെ നിർദ്ദേശങ്ങൾ, എയർ കൺട്രോൾ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ ഒക്കെയും ശങ്കർ ആ സമയത്ത് തള്ളിക്കളഞ്ഞിരുന്നു. അഗ്രഷനിലായിരുന്ന ശങ്കർ തനിക്കെന്ത് തോന്നിയോ അതാണ് പ്രവർത്തിച്ചത്. അത് ശങ്കറിന്റെ മേലധികാരി ഷെഖാവത്ത് ചോദ്യം ചെയ്തു. ആ ബേസിലെ ഏറ്റവും മികച്ച പൈലറ്റാണ് ശങ്കർ. ശങ്കറിനോട് ആ ബഹുമാനം ഷെഖാവത്തിന് പോലും ഉണ്ട്. പക്ഷേ അഗ്രസീവായി പെരുമാറുന്ന ശങ്കറിന്റെ സ്വഭാവം, മറ്റുള്ളവർ പറയുന്നത് കേൾക്കാത്ത രീതികൾ, ഇതാദ്യമായൊന്നുമല്ല നടക്കുന്നത്. വിശദീകരണം ചോദിച്ചപ്പോ എന്റെ മനസ്സ് പറഞ്ഞു, അതുകൊണ്ട് താൻ അത് പ്രവർത്തിച്ചു എന്നായിരുന്നു ശങ്കറിന്റെ മറുപടി പോലും. ആ മറുപടി ഷെഖാവത്തിനെ ചൊടിപ്പിച്ചിരുന്നു. ശങ്കറിനെ ഗ്രൗണ്ട് ചെയ്യാൻ ഷെഖാവത്ത് തീരുമാനിച്ചു. അതായത് അന്വേഷണം കഴിഞ്ഞ് റിപ്പോർട്ട് വരുന്നവരെ ശങ്കറിനി വിമാനത്തിൽ തൊടാനോ വിമാനത്തിന്റെ അടുത്ത് പോവാൻ പോലും അനുവാദമില്ല. ദേഷ്യത്തോടെയായിരുന്നു ശങ്കർ അവിടെ നിന്നിറങ്ങിയത്. പിന്നീട് കൊളീഗ്സുമായുള്ള ചർച്ചയിൽ നിന്ന് ഷെഖാവത്തിന് ഒന്നു തോന്നി, ശങ്കറിന്റെ പെരുമാറ്റം ഇതാദ്യമൊന്നുമല്ല. രാജ്യം യുദ്ധവുമായി അടുത്തു നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണുള്ളത്. ശങ്കറിന്റെ സേവനം ആവശ്യമായ സമയം. പക്ഷേ അവന്റെ മാനസികാവസ്ഥയിൽ സംശയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അത് പരിശോധിച്ച് അവൻ ഫിറ്റാണെന്ന സർട്ടിഫിക്കറ്റ് കിട്ടണം. അവൻ കൗൺസിലിംഗിന് വിധേയനാകണം എന്ന് ഷെഖാവത്ത് വിധിച്ചു. അങ്ങനെ ശങ്കറിന്റെ ഫയൽ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തിച്ചേരുകയാണ്. അവിടെയാണ് നമ്മൾ മുക്തിയെ പരിചയപ്പെടുന്നത്. 9 മാസം ഗർഭിണിയായ ഒരു സ്ത്രീ. പക്ഷെ അവർ മദ്യപാനത്തിന് അഡിക്റ്റ് ആയിരുന്നു. ഗർഭിണി ആയതുകൊണ്ട് തന്നെ മദ്യപാനം കൺട്രോൾ ചെയ്തു നിർത്താൻ അവൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ആ സമയത്താണ് ശങ്കറിന്റെ ഫയൽ അവളിലേക്ക് എത്തിച്ചേരുന്നത്. എത്രയും വേഗം തീർപ്പ് വേണ്ടുന്ന ഒരു ഫയലാണ്. പക്ഷേ ആ ഫയൽ നോക്കിക്കണ്ടതും മുക്തി അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. ഡോക്ടർ മുക്തിയുടെ കയ്യിൽ നിന്നും ആ ഫയൽ താഴെ വീണു. അവൾ എന്തുകൊണ്ടോ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ശങ്കറിനെ മുക്തിക്ക് നേരിട്ട് പരിചയമുണ്ട് എന്നവിടെ വെച്ച് തന്നെ വ്യക്തമാകുന്നുണ്ട്. ഗർഭിണിയായതുകൊണ്ട് ശങ്കറിന്റെ കേസ് മുക്തിക്ക് വേണമെങ്കിൽ മറ്റാരെയെങ്കിലും ഏൽപ്പിക്കാമായിരുന്നു. പക്ഷെ ഇത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞ് ശങ്കറിന്റെ കേസ് ഏറ്റെടുത്ത് മുക്തി ലേയിലേക്ക് തിരിക്കുകയാണ്. പോകുന്നതിനു മുമ്പ് അവൾ തന്റെ അച്ഛനെ കണ്ടിരുന്നു. രോഗാവസ്ഥയിൽ കിടക്കുന്ന അച്ഛന്റെ കൈപിടിച്ച് അവൾ പറഞ്ഞു, അച്ഛ, ശങ്കർ എവിടെയാണുള്ളതെന്ന് ഞാൻ കണ്ടെത്തി. ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഒടുവിൽ അവൾ ലേയിലെ എയർബേസിൽ എത്തിച്ചേർന്നു. ഷെഖാവത്ത് ശങ്കറെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. മീറ്റ് മിസ്റ്റർ ലഫ്റ്റനന്റ് ശങ്കർ എന്ന് പറഞ്ഞ് മുക്തിക്ക് ശങ്കറെ പരിചയപ്പെടുത്തി. മുക്തി തിരിഞ്ഞതും ഹലോ എന്ന് ശങ്കറിനോട് പറഞ്ഞതും ശങ്കർ വിറയ്ക്കുന്നുണ്ടായിരുന്നു. മുക്തിയുടെയും ശങ്കറിന്റെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. വല്ലാത്തൊരു വീർപ്പുമുട്ടൽ. എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു സാർ എന്ന് പറഞ്ഞ് അഗ്രഷൻ അടക്കിപ്പിടിച്ച് ശങ്കർ അവിടെ നിന്ന് നീങ്ങി. ശങ്കർ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത്. കഥ അവിടെ നിന്നും 7 കൊല്ലം മുമ്പിലേക്ക് പോകുന്നു. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ശങ്കർ പഠിച്ചുകൊണ്ടിരുന്ന കാലം. യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് ആവാനും മറ്റും ശങ്കർ എപ്പോഴും ശ്രമിച്ചിരുന്നു. വളരെ അഗ്രസീവായി എപ്പോഴും പ്രശ്നമുണ്ടാക്കുന്ന ഒരു പയ്യനായിരുന്നു ശങ്കർ. ശങ്കറിന്റെ കൂട്ടത്തിൽ എപ്പോഴും കുറച്ച് സുഹൃത്തുക്കളും കാണും. അന്ന് യൂണിവേഴ്സിറ്റിയിൽ തന്റെ എതിരാളിയായി ഇലക്ഷനിൽ നിൽക്കുന്ന പയ്യനെ ശങ്കറും സംഘവും കണക്കിന് മർദ്ദിക്കുകയാണ്. മറുവശത്ത് അതേ യൂണിവേഴ്സിറ്റിയിൽ PhD സ്കോളറായിരുന്നു മുക്തി. അന്ന് മുക്തിയുടെ ഓപ്പൺ ഡിഫൻസ് നടക്കുകയാണ്.
മനുഷ്യന്റെ വയലന്റ് ക്യാരക്ടർ കൺട്രോൾ ചെയ്ത് അവനെ സാധാരണ രീതിയിലേക്ക് തിരിച്ചെത്തിക്കാൻ പറ്റും എന്ന തരത്തിലുള്ള 2200-ൽ പരം പേജുകൾ വരുന്ന തന്റെ റിസർച്ച് തീസിസ് റിപ്പോർട്ട് പാനലിന് മുമ്പിൽ മുക്തി അവതരിപ്പിക്കുകയായിരുന്നു. എല്ലാവരും അവളുടെ പ്രസന്റേഷനിലും മറ്റും ഇംപ്രസ്ഡായി നിൽക്കുമ്പോ അങ്ങോട്ടേക്ക് ശങ്കർ നേരത്തെ തല്ലിക്കൊണ്ടിരുന്ന പയ്യനുമായി കടന്നു വന്നു. അവിടെയിട്ട് ആ പയ്യനെ തല്ലാൻ തുടങ്ങി. എല്ലാവരും ഞെട്ടലോടെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. മുക്തി അത് കണ്ട് ഇറങ്ങിച്ചെന്ന് ശങ്കറിന്റെ കൈ പിടിച്ചു തടയാൻ ശ്രമിച്ചു. പക്ഷേ ശങ്കർ അവളുടെ കൈ തടയുകയായിരുന്നു ചെയ്തത്. മുക്തിയെ കണ്ടതും ആദ്യ കാഴ്ചയിൽ മുക്തിയെ ശങ്കറിന് ഇഷ്ടമായി. അപ്പോഴേക്കും പോലീസും വന്നിരുന്നു. പോലീസ് ശങ്കറിനെ പിടിച്ചുകൊണ്ടുപോകാൻ പോയപ്പോ അവരിൽ നിന്ന് അല്പ സമയം വാങ്ങി വീണ്ടും മുക്തിക്കടുത്തേക്ക് ശങ്കർ നടന്നു വന്നു. എന്നെ തല്ലാൻ ഉയർത്തിയ കൈയല്ലേ, സുന്ദരിയായ ഒരു പെൺകുട്ടി അങ്ങനെ കൈ ഉയർത്തിയിട്ട് അത് വേസ്റ്റ് ആവുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് അവളുടെ കൈകൊണ്ട് അവൻ തന്നെ തന്റെ മുഖത്തടിപ്പിച്ചു. പിന്നാലെ പോലീസിന് കീഴടങ്ങി സ്റ്റേഷനിലേക്ക് പോയി. മുക്തിയും ഞെട്ടലോടെ അതൊക്കെ കണ്ടു നിൽക്കുകയായിരുന്നു. ഇതിനൊക്കെ സാക്ഷിയായി അവളുടെ ഇന്റർവ്യൂ പാനലുമുണ്ട്. അത്ര നേരം വയലന്റായ മനുഷ്യരെ സാധാരണ രീതിയിലേക്ക് എത്തിക്കാം എന്ന തിയറി പേപ്പർ മുക്തി പ്രസന്റ് ചെയ്യുകയായിരുന്നല്ലോ. അങ്ങനെ ഒരു കാര്യം നടന്നതും പാനലിലെ പ്രധാനപ്പെട്ടവർ അത് പറഞ്ഞ മുക്തിയെ ചോദ്യം ചെയ്തു. ശങ്കറിനെ പോലുള്ള ഒരാളെ അഴുക്കുചാലിലെ പുഴുവിനെ തിരികെ നല്ല രീതിയിൽ എത്തിക്കാൻ പറ്റുമെന്നാണോ നിന്റെ ഈ പേപ്പർ? ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ലെന്ന മട്ടിൽ പറഞ്ഞു. വയലൻസ് രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരാളെ വയലൻസ് നീക്കി സീറോ ആങ്കർ മനുഷ്യനാക്കാനൊന്നും സാധിക്കില്ല. അത് അംഗീകരിക്കണമെങ്കിൽ ശങ്കറിനെ നീ ഒന്ന് നന്നാക്കി കാണിക്ക്, എന്നിട്ട് നോക്കാം എന്ന മട്ടിലും പാനൽ ഹെഡ് കൂട്ടിച്ചേർത്തു. മുക്തിയാകട്ടെ ആകെ പ്രതിസന്ധിയിലായി. പക്ഷേ മുക്തി തന്റെ നിലപാടിൽ നിന്ന് പിന്മാറാൻ കൂട്ടാക്കിയില്ല. ഹെഡ് പറഞ്ഞ പോലെ ശങ്കറിനെ പോലുള്ള വയലന്റായ ഒരു മനുഷ്യനെ സീറോ ആങ്കർ മനുഷ്യനാക്കാൻ കഴിഞ്ഞാൽ ടീച്ചേഴ്സിന് മുമ്പിൽ അവളുടെ റിസർച്ച് പൂർണ്ണമായി ശരിയാണെന്ന് തെളിയിക്കാം. തീസിസും അംഗീകരിക്കപ്പെടും. അതൊരു ചലഞ്ചായി അവൾ ഏറ്റെടുത്തു. മറുവശത്ത് ശങ്കറാകട്ടെ കമലാനഗർ പോലീസ് സ്റ്റേഷനിലായിരുന്നു. സ്ഥിരമായി പിടിച്ചുകൊണ്ട് പോകുന്നതും ഇറങ്ങിപ്പോകുന്നതുമെല്ലാം അവന് പതിവുള്ള കാര്യമാണ്. ശങ്കറും സുഹൃത്ത് വേദും പോലീസ് സ്റ്റേഷനിൽ സെല്ലിൽ കിടക്കുകയാണ്. അപ്പോഴാണ് ശങ്കറിന്റെ അച്ഛൻ അവനെ ഇറക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് എത്തുന്നത്. അദ്ദേഹം ഒരു വക്കീലാണ്. കോടതികളിൽ ഏകദേശം 30,000 രൂപ മാത്രം വരുമാനം വരുന്ന ന്യൂട്രി ജോലി ചെയ്ത് അദ്ദേഹം ജീവിച്ചു വരുന്നു. നിരവധി തവണ അവന്റെ അച്ഛൻ അവനെ ഇറക്കാൻ വന്നിട്ടുണ്ട്. പക്ഷെ ഇത്തവണ അച്ഛൻ ദേഷ്യത്തിലായിരുന്നു. ഇറക്കാൻ വന്ന അച്ഛനെടുക്കലും ശങ്കർ ദേഷ്യത്തിൽ സംസാരിച്ചു. അതോടെ അവൻ ജയിലിൽ തന്നെ കിടക്കട്ടെ എന്ന മട്ടി പറഞ്ഞ് അച്ഛൻ തിരികെ പോവാൻ തുടങ്ങി. പോകുന്നതിനു മുമ്പ് FIR ഇട്ടിട്ടില്ല എന്ന കാര്യം ഇൻസ്പെക്ടറോട് ചോദിച്ച് ഉറപ്പുവരുത്തുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞ് അങ്ങോട്ടേക്ക് മുക്തി വന്നു. മുക്തി ഇൻസ്പെക്ടറുമായി സംസാരിച്ചു. പിന്നാലെ ശങ്കറിനെയും വേദിനെയും അവിടെ നിന്ന് അവൾ പുറത്തു കൊണ്ടുപോയി. ശങ്കറിനടുക്കൽ മുക്തി സംസാരിച്ചു. ഞാനൊരു സൈക്കോളജി സ്റ്റുഡന്റ് ആണ്. മനുഷ്യന്റെ ഉള്ളിലെ വയലൻസ് എങ്ങനെ ഇല്ലാതാക്കാം എന്നതിനെപ്പറ്റി ഒരു പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുക. നീ എന്റെ കൂടെ സഹകരിക്കണം. ഞാൻ പറയുന്നതൊക്കെ നീ അനുസരിക്കണം, അതുപോലെ പ്രവർത്തിക്കണം. കോളേജിലെ ടീച്ചേഴ്സ് എന്താ നിന്നെപ്പറ്റി പറഞ്ഞെന്നറിയോ? നീ അഴുക്കുചാലിലെ കീടമാണെന്ന്, നിന്നെപ്പോലുള്ളവൻ ഒരിക്കലും മാറില്ലെന്ന്. പക്ഷേ ഞാൻ നിന്നെ മാറ്റിയെടുക്കാം. ഉടൻ ശങ്കർ ചോദിച്ചു, ഞാനെന്തിന് നിന്റെ വാക്ക് കേൾക്കണം? നീ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം. നിന്റെ പരീക്ഷണ വസ്തുവാകണം. നീ നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. എന്റെ ദേഷ്യമില്ലാതാക്കും. എന്നെ നല്ല മനുഷ്യനാക്കും. പക്ഷേ എനിക്കങ്ങനൊന്നും ആവണ്ടെങ്കിലോ? ഞാനെന്തിനാ നിന്റെ വാക്ക് കേൾക്കുന്നേ? നീ എന്താ എന്റെ ഗേൾഫ്രണ്ടോ വല്ലോ ആവാൻ പോകുന്നുണ്ടോ? നീ ഒരു നല്ല മനുഷ്യനാകും എന്ന മട്ടിൽ അവൾ പറഞ്ഞപ്പോ ശങ്കറിനത് തീരെ ഇഷ്ടപ്പെട്ടില്ല. എഴുന്നേക്കെന്ന് പറഞ്ഞ് അവളെ റിക്ഷയിൽ കയറ്റി അവൻ പറഞ്ഞയച്ചു. ശങ്കറിന്റെ അടുക്കൽ ഇത്തരത്തിൽ കാര്യങ്ങൾ നടക്കില്ല എന്ന് മുക്തിക്കും മനസ്സിലായി. അടുത്ത ദിവസം കോളേജിലെത്തിയ മുക്തി പുതുതായി പാർട്ട് ടൈം പ്രൊഫസറായി എത്തുന്ന ജെസി എന്നൊരു വ്യക്തിയെ കണ്ടുമുട്ടി. ഉന്നത പഠനമൊക്കെ നടത്തുന്ന വ്യക്തിയായതുകൊണ്ട് വൈകാതെ അദ്ദേഹം US പോകും. കണ്ടുമുട്ടിയതും ഇരുവരും പരിചയപ്പെട്ടു. പെട്ടെന്ന് തന്നെ സുഹൃത്തുക്കളുമായി. അപ്പോഴാണ് കോളേജ് മുഴുവനായും ഫയർ വർക്ക്സ് നടത്തി കുട്ടികളെ ആരോ പാനിക്കാക്കുന്നത് മുക്തി ശ്രദ്ധിക്കുന്നത്. മുക്തി ചെന്ന് നോക്കുമ്പോ അത് ശങ്കറും സംഘവുമാണ്. അന്നാണെങ്കിൽ വാലന്റൈൻസ് ഡേയും. കോളേജിലെ കപ്പിൾസിനെയൊക്കെ ബുദ്ധിമുട്ടിക്കലാണ് ശങ്കറിന്റെയും സംഘത്തിന്റെയും ലക്ഷ്യം. അവരുടെ അടുത്തേക്ക് ചെന്ന് മുക്തി അത് ചോദ്യം ചെയ്തു. നീ ഇങ്ങനൊക്കെ ചെയ്യുന്നത് എന്തിനാ? ശങ്കർ പറഞ്ഞു, ഇന്ന് വാലന്റൈൻസ് ഡേയാ. എന്റെ തോളിൽ തലവെച്ച് നിനക്കെന്താ വട്ടാണോ? എന്തിനാ ഇങ്ങനൊക്കെ ചെയ്യുന്നേ എന്ന് ചോദിക്കാൻ പോലും ഒരു പെൺകൊച്ചില്ല. എന്റെ കൂടെയുള്ളവരുടെ കൂടെയുമില്ല. പിന്നെ ഇവർക്കൊക്കെ എന്തിനാ? അത് കേട്ടതും മുക്തിക്ക് ദേഷ്യം വന്നു. അവൾ താഴേക്കിറങ്ങി പോന്നു. താഴെ വന്ന് നിൽക്കുമ്പോ മുമ്പിൽ കൂടാതെ അവളുടെ പ്രൊഫസേഴ്സ് പോകുന്നു. അവർ പറഞ്ഞിട്ടുണ്ടല്ലോ ശങ്കരൻ നന്നാക്കി കാണിച്ചാൽ അവളുടെ തീസിസ് സൈൻ ചെയ്യാമെന്ന്. അതുകൊണ്ട് അതൊരു ടാസ്കായി അവൾ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. അവൾ തിരികെ ശങ്കറിന്റെ അടുത്തെത്തി. ശങ്കറിന്റെ തോളിൽ തലവെച്ച് അവൻ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ പറഞ്ഞു. മതിയോ? ഇനിയെങ്കിലും സമാധാനപ്പെടാമോ? ഇന്ന് വാലന്റൈൻസ് ഡേ അല്ലേ? എന്റെ കൂടെ ഡേറ്റിന് വരുന്നു. ശങ്കർ പറഞ്ഞു, എന്തിനാ മോളെ നീ നിന്റെ നല്ല ജീവിതം നശിപ്പിക്കുന്നേ? ഞാനെങ്ങാനും പ്രേമത്തിൽ വീണ ഞാൻ ഈ മൊത്തം ഡൽഹിയും എരിച്ചു കളയും. ഓ അങ്ങനൊന്നുമല്ല. ഞാനൊരു കാര്യം ക്ലിയറായി പറയാം. ഞാനിത് ചെയ്യുന്നത് എന്റെ തീസിസ് വർക്കൊക്കെ കംപ്ലീറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാ. നീ പ്രണയിക്കുവാണെങ്കിൽ അയക്കോ. ഞാൻ എന്തായാലും പ്രണയത്തിൽ വീടൊന്നുമില്ല. ഞാനുമായുള്ള പ്രണയത്തിൽ വീടാൻ 1% ചാൻസ് പോലും ഇല്ലേ? ഇല്ല. ഒരു വെല്ലുവിളിയായി ശങ്കർ അതങ്ങ് ഏറ്റെടുത്തു.
ഏറ്റെടുത്തു. പിന്നെ അങ്ങോട്ടേക്ക് മുക്തി പറയുന്നതനുസരിച്ച് മുക്തി പറയുന്നതൊക്കെ ചെയ്ത് അവളുടെ കൂടെ ഡേറ്റ് ചെയ്ത് ശങ്കർ നടക്കാൻ ആരംഭിച്ചു. അവളുടെ എക്സ്പെരിമെന്റിലും പൂർണ്ണ രീതിയിൽ പങ്കാളിയായി. ശങ്കറിന്റെ ജീവിതം മുഴുവനായും മുക്തി പഠന വിഷയമാക്കുകയായിരുന്നു. ശങ്കറിന് ആരെയാണിഷ്ടം, എവിടെ താമസിക്കുന്നു, ആരോട് സംസാരിക്കുന്നു, അങ്ങനെയെല്ലാം തന്നെ. ഇതിനിടയിൽ അമ്മയെപ്പറ്റി ചോദിക്കുമ്പോൾ മാത്രം ശങ്കർ കൃത്യമായൊന്നും പറയുമായിരുന്നില്ല. 2 മാസം അങ്ങനെ കടന്നുപോയി. ശങ്കറിനാണെങ്കിൽ മുക്തിയോട് യഥാർത്ഥ ഫീലിംഗ്സ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ മുക്തിക്ക് ശങ്കറിനോട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവൾ ഇതൊക്കെ തന്റെ ജോലിയുടെ ഭാഗമായേ കാണുന്നുള്ളൂ. 2 മാസം കൊണ്ട് ചില കാര്യങ്ങളിലൊക്കെ ശങ്കറിന് മാറ്റം വന്നു. 2 മാസം കഴിഞ്ഞ ഒരു ദിവസം തീസിസ് ഒപ്പിടിപ്പിക്കാൻ വേണ്ടി പ്രൊഫസറിന്റെ അടുക്കൽ ശങ്കറുമായി മുക്തി പോയിരുന്നു. പക്ഷെ അവിടെ വെച്ചും ശങ്കർ ചെറിയൊരു സീനുണ്ടാക്കി. തൊട്ടുപുറകെ അവനൊരു കോൾ വന്നു. അവന്റെ ബെസ്റ്റ് ഫ്രണ്ടും ബസ്സുകാരും തമ്മിൽ എന്തോ പ്രശ്നം നടന്നിരിക്കുന്നു. അവിടെ നിന്നും ദേഷ്യപ്പെട്ട് ശങ്കർ ഓടിപ്പോയി. മുക്തി ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ശങ്കർ അവിടെ വലിയ ഫൈറ്റ് തന്നെ ഉണ്ടാക്കുന്നതാണ്. ശങ്കറിനെ തടയാൻ വേണ്ടി മുക്തി ശ്രമിച്ചു. കൂട്ടത്തിൽ തന്റെ പ്രൊഫസേഴ്സിനെയും അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി. ശങ്കറിനെ അടക്കി നിർത്താനും ശങ്കർ അടിച്ച ബസ് ഡ്രൈവറെ കൊണ്ട് ശങ്കറിനെ തിരികെ അടുപ്പിക്കാനും മുക്തി ശ്രമിച്ചു. പക്ഷേ ആദ്യമൊക്കെ ശങ്കറിനോട് തല്ലരുതെന്ന് പറഞ്ഞിട്ടും ഡ്രൈവർ അടിച്ചപ്പോ ശങ്കർ തിരികെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു. ഒടുവില് നിനക്കെന്താ വേണ്ടത്, നീ എന്താ ഇങ്ങനെ പെരുമാറുന്നത് എന്ന മട്ടിൽ മുക്തി ദേഷ്യത്തോടെ ശങ്കറോട് ചോദിച്ചു. ശങ്കർ മുക്തിയുമായി ഇരുന്ന് സംസാരിക്കാൻ തയ്യാറായി. അപ്പോഴാണ് കുറെ നാളായി തന്റെ മനസ്സിലിട്ടിരുന്ന ആ ഒരു കാര്യം ശങ്കർ മുക്തിയോട് പറയുന്നത്. എനിക്കിതൊക്കെ ബോറടിച്ചു. നീ പറയുന്നത് അനുസരിച്ച് നീ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് ഇതൊന്നും ശരിയാവില്ല. പിന്നെ ഇനി നല്ലവനായിട്ട് നടിക്കണമെങ്കിൽ എനിക്കത് വേണം. എന്ത് ലൈംഗിക ബന്ധമെന്ന് പറയാൻ ശങ്കറിന് മടിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഫൺ വേണമെന്ന് ശങ്കർ പറഞ്ഞു. ആദ്യം മനസ്സിലായില്ലെങ്കിലും തൊട്ടുപുറകെ മുക്തിക്കും കാര്യം മനസ്സിലായി. എങ്ങനെയെങ്കിലും തീസിസ് സൈൻ ചെയ്ത് കിട്ടണം. മുക്തി അതിനും ഓക്കെ പറഞ്ഞു. അപ്പോഴേക്കും അവളുടെ പ്രൊഫസേഴ്സും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. ഡ്രൈവറോട് വീണ്ടും ശങ്കറിനെ തല്ലാൻ മുക്തി പറഞ്ഞു. ഡ്രൈവർ ഇത്തവണ ശങ്കറിനെ ശക്തമായി തല്ലി. പക്ഷേ ശങ്കർ തിരികെ തല്ലിയില്ല. ഡ്രൈവറോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു. പ്രൊഫസേഴ്സ് ഇതിനൊക്കെ സാക്ഷിയായി നിൽക്കുന്നുണ്ടായിരുന്നു. വയലന്റായ ശങ്കർ നോർമലായി എന്ന മട്ടിൽ പ്രൊഫസേഴ്സ് അത് നോക്കിക്കണ്ടു. ആ സംഭവത്തിന്റെ തൊട്ടുപുറകെ ശങ്കറുമായി മുക്തി പോയത് ഒരു 5 സ്റ്റാർ ഹോട്ടലിലേക്കാണ്. റൂമെടുത്ത് തന്റെ ടോപ്പ് മൂരി നിനക്ക് ഫണ്ണല്ലേ വേണ്ടേ, ചെയ്തോ എന്ന മട്ടിൽ അവൾ ഇരുന്നു. പക്ഷേ ശങ്കർ മടിച്ചു നിന്നു. അവളോട് ആ ടോപ്പിടാൻ പറഞ്ഞു. പിന്നാലെ എന്തായെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പുറത്തേക്കിറങ്ങി നടന്നു. അവള് പിന്നാലെ വന്ന് ശങ്കറെ പിടിച്ചു നിർത്തി. ഫൺ വേണോന്നല്ലേ പറഞ്ഞേ, എന്നിട്ടെന്താ ഇപ്പൊ ഇങ്ങനെ എന്ന മുട്ടി ചോദിച്ചു. നിനക്കിത് ജോലിയല്ലേ, അപ്പോ അതിനുവേണ്ടി നിനക്ക് എന്തും ചെയ്യാം. പക്ഷേ ഞാൻ നിന്നെ പ്രേമിക്കുവല്ലേ, എനിക്ക് അങ്ങനെ പറ്റില്ലല്ലോ. ഞാൻ നിന്നോട് ഇത് ചോദിച്ചത് തന്നെ തെറ്റാണ്, എന്നോട് ക്ഷമിക്കണം. അതും പറഞ്ഞ് ശങ്കർ അവിടെ നിന്ന് പുറത്തേക്ക് പോയി. മുക്തി അതിശയത്തോടെ ശങ്കറെ നോക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം ശങ്കറിന്റെ ആ മാറ്റം കാരണം മുക്തിയുടെ തീസിസ് പേപ്പറിൽ പ്രൊഫസേഴ്സ് സൈൻ ചെയ്തു. മുക്തിയുടെ PhD കംപ്ലീറ്റ് ആയി. അവളങ്ങനെ സൈക്കോളജിയിൽ ഡോക്ടറേറ്റ് എടുത്തു. മുക്തി സന്തോഷത്തോടെ ഓടി വന്ന് ശങ്കറിനെ കെട്ടിപ്പിടിച്ചു. ലവ് യു എന്ന് പറഞ്ഞു. നീ കാരണം എന്റെ ലൈഫിൽ വലിയൊരു കാര്യം നടന്നു, എന്റെ കരിയർ തന്നെ സെറ്റായി എന്നൊക്കെ അവൾ പറയുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് അവൾ ഒരുപാട് വട്ടം ചോദിച്ചിട്ടും ശങ്കർ പറയാത്ത ഒരു യഥാർത്ഥ സത്യം ശങ്കർ മനസ്സ് തുറന്നു പറയുന്നത്. എന്റെ അമ്മയുടെ പേര് കാവേരി എന്നാണ്. 10 വയസ്സുള്ളപ്പോ അവന്റെ കൺമുമ്പിൽ വെച്ചായിരുന്നു അവന്റെ അമ്മ തീ കത്തി മരിച്ചത്. അവനത് നോക്കിക്കണ്ടു. ഇന്നും അതിന്റെ വേദന അവൻ അനുഭവപ്പെടാറുണ്ട്. അവന്റെ ശരീരം പൊള്ളുന്ന പോലെ അവൻ എപ്പോഴും തോന്നും. അങ്ങനാണ് അവൻ അത്രയും ദേഷ്യമുള്ളവനായി മാറിയത്. പക്ഷെ മുക്തി, നീ എന്നെ പൂർണ്ണമായും മാറ്റി. ഞാനിപ്പോ നിന്നെ വല്ലാതെ സ്നേഹിക്കുന്നു. നീ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാകണം. എനിക്ക് ഈ പാവത്താനെ പോലെ നടക്കാനൊന്നും ഇഷ്ടമല്ല. പക്ഷെ നീ എന്റെ കൂടെയുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ വേണമെങ്കിലും ആകാം. ശങ്കർ വല്ലാതെ ഇമോഷണലായി സംസാരിക്കുകയായിരുന്നു. മുക്തിക്ക് എന്ത് പറയണമെന്നൊരു പിടുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല. മുക്തി അവനെ ആത്മാർത്ഥമായി അതുവരെ പ്രണയിച്ചിട്ടേയില്ല. അപ്പോഴാണ് അവർക്ക് പിന്നിൽ ഒരു ലക്ഷറി കാർ വന്നു നിന്നത്. അതിൽ നിന്നും ഒരു യുവാവ് ഇറങ്ങി വന്നു. മുക്തിയെ അവൻ ഉറക്കെ വിളിച്ചു. അബീർ എന്നു പേരുള്ള മുക്തിയുടെ ബാല്യകാല സുഹൃത്തായിരുന്നു അത്. അബീറിനെ കണ്ട സന്തോഷത്തിൽ മുക്തി അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു. അവനെ കെട്ടിപ്പിടിച്ചു. ഇമോഷണലായി സംസാരിച്ച് ശങ്കർ നിൽക്കുന്നതിനിടയിലായിരുന്നു ഇത്. അക്ഷരാർത്ഥത്തിൽ ആ കാഴ്ചകൾ ശങ്കറിനെ ഞെട്ടിച്ചു കളഞ്ഞു. ശങ്കറാകെ തകർന്നുപോയി. ശങ്കറിന്റെ ഉള്ളിൽ പഴയ ദേഷ്യവും അഗ്രഷനും നിറഞ്ഞു പൊന്താൻ ആരംഭിച്ചു. അബീറിനെ കെട്ടിപ്പിടിച്ചു നിൽക്കുമ്പോൾ നടക്കാൻ പോകുന്ന ഭവിഷ്യത്തിനെ പറ്റി മുക്തിയിൽ ഒരു ഞെട്ടലുണ്ടാവുന്നുണ്ടായിരുന്നു. കഥ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. ശങ്കർ വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. ശങ്കറിനടുക്കൽ ഇരുന്ന് സംസാരിക്കാമെന്ന് മുക്തി പറഞ്ഞു. മുക്തിക്ക് മുമ്പിൽ ഇരിക്കുമ്പോഴും ശങ്കർ വല്ലാതെ അഗ്രസീവാണ്. നീ UPSCക്ക് ട്രൈ ചെയ്യുമായിരുന്നില്ലേ, പിന്നെങ്ങനെ എയർഫോഴ്സിലെത്തി എന്ന മട്ടിൽ മുക്തി ചോദിച്ചു. ശങ്കർ മറുപടി കൊടുത്തില്ല. പിന്നാലെ തന്റെ ഡ്യൂട്ടിയിൽ എന്ന പോലെ ചോദ്യങ്ങൾ മുക്തി ചോദിക്കാൻ തുടങ്ങി. വളരെ ഗൗരവത്തിൽ തന്നെയായിരുന്നു ശങ്കർ മറുപടി കൊടുത്തുകൊണ്ടിരുന്നത്. എന്റെ പട്രോളിംഗ് ഏരിയയിൽ വരുന്ന ഏതൊരു വിമാനത്തെയും ശത്രു വിമാനത്തെയും വെടിവെച്ചിടാൻ എനിക്ക് അനുവാദമുണ്ട്. ഞാനൊരു തേജസാണ്
വിമാനമാണ് പറത്തുന്നത്, അല്ലാതെ കൊമേഴ്ഷ്യൽ വിമാനമല്ല. ഇപ്പോഴും അഗ്രസീവ്, ആൽഫ, ആംഗ്രി. നിന്റെ ഈ ഇമേജ് നീ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ? അതും ഇപ്പോഴും. നിങ്ങളോ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ മറ്റുള്ളവരെ പറ്റി ചിന്തിച്ചങ്ങ് അടിച്ചേൽപ്പിക്കുകയല്ലേ? എന്തേ നിനക്ക് കുറ്റബോധമുണ്ടോ? എന്റെ പേപ്പർ സൈൻ ചെയ്തിട്ട് പോവാൻ നോക്കടി. അതും പറഞ്ഞ ദേഷ്യത്തിൽ ശങ്കർ എഴുന്നേറ്റ് പോവാൻ നോക്കുമ്പോ വല്ലാത്തൊരു അവലാതിയോടെ അവൾ പറഞ്ഞു, ശങ്കർ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം. പെട്ടെന്നായിരുന്നു ഇത് സംഭവിച്ചത്. അവിടെ വലിയ ബോംബ് ബ്ലാസ്റ്റുകൾ സംഭവിക്കാൻ തുടങ്ങി. ശത്രു സൈന്യം ആക്രമിക്കുന്നു. അത് തിരിച്ചറിഞ്ഞതും ഗർഭിണിയായ അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ ശങ്കർ ടേബിളിന് മറുവശത്തേക്ക് ചാടി അവളെ കവർ ചെയ്തു. ആക്രമണം നടന്ന മേഖലയിലേക്ക് പിന്നാലെ ശങ്കർ ഓടിയിറങ്ങി. അവന്റെ രക്തം കുതിക്കുന്നുണ്ടായിരുന്നു. അവന് പറക്കണം, ശത്രുക്കളെ വേട്ടയാടണം. പക്ഷേ സീനിയറിന്റെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. ഏറ്റവും വലുത് മുക്തിയുടെ സൈൻ കിട്ടിയേ തീരൂ. ശങ്കർ വിറച്ചു നിന്നു. കഥ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. കോളേജിന് മുമ്പിൽ വന്ന് മുക്തിയെ കൂട്ടിക്കൊണ്ടുപോയത് ആരാണെന്ന കാര്യം ശങ്കറിന്റെ സുഹൃത്ത് വന്ന് വെളിപ്പെടുത്തി. അവന്റെ പേര് അബീർ എന്നാണ്. മുക്തിയുടെ അച്ഛന്റെ സുഹൃത്തിന്റെ മകനാണ്. ചെറുപ്പം മുതൽ ഫ്രാൻസിൽ അവർ ഒന്നിച്ചു പഠിച്ചിട്ടുണ്ട്. കേട്ടത് പ്രകാരം അവരുടെ അച്ഛന്മാർ അവരുടെ വിവാഹം മുമ്പേ തീരുമാനിച്ചിട്ടുണ്ടത്രേ. അത് കേട്ടതും ശങ്കറിന് ഭയങ്കരമായി ദേഷ്യം വരാൻ ആരംഭിച്ചു. മറുവശത്ത് അബീറും മുക്തിയുമാകട്ടെ ഒരു ബാറിലിരുന്ന് സംസാരിക്കുകയായിരുന്നു. ശങ്കറുമായുള്ള കാര്യങ്ങളൊക്കെ മുക്തി അബീറിനോട് വിശദീകരിക്കുന്നുണ്ട്. ഈ വിവരം മറുവശത്തുണ്ടായിരുന്ന ശങ്കറിന്റെ അടുക്കലും വന്നു ചേർന്നു. ശങ്കറും മദ്യപിച്ചിരിക്കുകയായിരുന്നു. അങ്ങോട്ടേക്ക് വേദയ്ക്കൊപ്പം എത്തിയ ശങ്കർ വലിയ രീതിയിലൊരു പ്രശ്നം തന്നെ ഉണ്ടാക്കി. അബീറിനടുക്കൽ വന്ന് അവൻ പറഞ്ഞു, പണ്ട് തൊട്ടേ നീ നല്ലവനല്ലേ? ഞാനത്ര നല്ലവനൊന്നുമല്ല. ദാ ഇവളുണ്ടല്ലോ, ഇവള് കൂടെ ഉണ്ടായിരുന്നപ്പോ ഞാൻ കുറച്ച് നല്ലവനായി. കൂടെയില്ലെങ്കിൽ അതൊക്കെ അങ്ങ് ഇല്ലാതാകും. നല്ലവൻ മോശമായവൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച് പ്രഷറായിട്ടിരിക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ഇതൊക്കെ അങ്ങ് അവസാനിപ്പിച്ച് തിരിച്ചു തന്നേക്കാം എന്ന് വിചാരിച്ചാ ഇങ്ങോട്ട് വന്നത്. അബീറിന്റെ ദേഹത്തേക്ക് ശങ്കർ പെട്രോൾ ഒഴിച്ചു. തന്റെ ദേഹത്തേക്കും കൂടി ഒഴിച്ച് തീ കത്തിക്കുന്ന പോലെ തയ്യാറായി. അബീർ ഭയപ്പെട്ടിരുന്നു. മുക്തിയോട് എന്തെങ്കിലും ചെയ്യാൻ അബീർ നിസ്സഹായതയോടെ പറയുന്നുണ്ട്. മുക്തി പറഞ്ഞു, ഇതൊക്കെ വെറും ഡ്രാമയാണ്. അവൻ പ്രണയത്തിൽപ്പെട്ട ഒരു പയ്യനാണ്. ചിരിയോടെ തന്റെ കയ്യിലെ ലൈറ്റർ അണച്ച് ശങ്കർ പറഞ്ഞു, അവള് നിന്നെയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ എന്നെ കത്തിച്ചേക്കാൻ പറ, അങ്ങനല്ലെങ്കിൽ നിന്നെ കത്തിക്കാനും. അതും പറഞ്ഞ് ശങ്കർ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. കഥ അവിടെ നിന്നും വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. പരിക്കേറ്റ മുക്തിയെ അടക്കം എയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ചികിത്സിക്കുകയാണ്. ആ സമയം അവിടെ ശങ്കറിന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, കോവർക്കർ. അയാളിൽ നിന്ന് ശങ്കറെ പറ്റി മുക്തി കുറച്ചു കാര്യങ്ങൾ കൂടി ചോദിച്ചറിഞ്ഞു. ശങ്കർ പറഞ്ഞു തുടങ്ങിയാൽ എതിരാളികൾക്കും സ്വന്തം നാട്ടിലുള്ളവർക്കും വരെ ഭയമാണ്. അത്രയ്ക്കും അൺകൺട്രോളബിൾ ആണ് അവൻ. ശങ്കറിന്റെ ഫാമിലിയെ പറ്റി മുക്തി ചോദിച്ചു. അങ്ങനെ ആരും ഇല്ലെന്ന് തോന്നുന്നു എന്നായിരുന്നു മറുപടി. അപ്പോ കല്യാണം, ഭാര്യ, കുട്ടികൾ അങ്ങനെ ആരും ഇല്ലെന്ന് തോന്നുന്നു. ഒരിക്കല് ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോ ഞാൻ സാറിനോട് ഇതിനെപ്പറ്റി ചോദിച്ചു. അന്ന് സാറ് പറഞ്ഞത് ഇങ്ങനെയാണ്, ആ നാശത്തിന് വേണ്ടിയല്ലേ മൃഗത്തിൽ നിന്ന് മനുഷ്യനിൽ നിന്ന് മൃഗം, പകുതി IAS ഓഫീസർ, പിന്നീട് ദേ ഇപ്പോ പൈലറ്റ്, ഇതൊക്കെ ആയതെന്ന്. ഐ ഓൾമോസ്റ്റ് ഗോട്ട് മാരീഡ് എന്നായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞത്. ഞെട്ടലോടെയായിരുന്നു മുക്തി അത് കേട്ടത്. കഥ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. അബീറിന്റെ അടുക്കൽ പ്രശ്നമുണ്ടാക്കി ശങ്കർ വീട്ടിലേക്ക് തിരികെ പോയ ശേഷം ശങ്കറിനെ കാണാൻ വേണ്ടി മുക്തി അവൻ താമസിക്കുന്ന കോളനിയിലേക്ക് ചെന്നു. ശങ്കറിനോട് കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് താൻ അവനെ പ്രണയിക്കുന്നില്ലെന്ന കാര്യം വ്യക്തമാക്കാനായിരുന്നു അവൾ പോയത്. പക്ഷെ അവിടെ ശങ്കറിന്റെ അച്ഛനും മറ്റുമുണ്ടായിരുന്നു. മുക്തിക്കത് പറയാൻ സാധിച്ചില്ല. അതുകൊണ്ട് ശങ്കറിനടുക്കൽ അടുത്ത ദിവസം തന്റെ വീട്ടിലേക്ക് വരാനും തന്റെ അച്ഛനോട് സംസാരിക്കാനും പറഞ്ഞ് അവൾ തിരികെ പോന്നു. ശങ്കർ വലിയ സന്തോഷത്തിലായിരുന്നു. ശങ്കർ ഒരു പ്രണയത്തിലാകുന്നു എന്ന് കണ്ട് ശങ്കറിന്റെ അച്ഛനും കൂട്ടുകാരും വേദും ഒരുപാട് സന്തോഷിച്ചു. അവർ നൃത്തം വരെ ചെയ്തു. മുക്തിക്ക് ശങ്കറിനോട് പ്രണയമായി, അതുകൊണ്ടാണ് വീട്ടിലേക്ക് വിളിക്കുന്നത് എന്നായിരുന്നു അവർ കരുതിയത്. അടുത്ത ദിവസം ശങ്കർ നേരെ മുക്തിയുടെ വീട്ടിലെത്തി. മുക്തിയുടെ അച്ഛനെ കണ്ടു. പക്ഷേ അച്ഛൻ ശങ്കറിനെ വളരെയധികം തരം താഴ്ത്തിയായിരുന്നു സംസാരിച്ചത്. അവന്റെ ജോലി എന്താണ്, അവൻ എത്ര സമ്പാദിക്കുന്നു, അവനവിടെ താമസിക്കുന്നു, അവന്റെ അച്ഛന്റെ ജോലി, ഇതൊക്കെ പറഞ്ഞ് ഒരുപാട് അദ്ദേഹം അവനെ കൊച്ചാക്കി. പിന്നാലെ താൻ ആരാണെന്നും തന്റെ സ്ഥാനം എന്താണ് എന്നും അദ്ദേഹം ശങ്കറിനടുക്കൽ ചോദിച്ചു. അറിയില്ലെന്ന് പറഞ്ഞപ്പോ ഫ്രണ്ടിലെ ബോർഡ് നോക്കി വരാൻ പറഞ്ഞു. ശങ്കറിന് ദേഷ്യം വരുന്നുണ്ടെങ്കിലും മുക്തി അച്ഛന്റെ കൂടെ നിന്നതുകൊണ്ട് ശങ്കർ അതൊക്കെ അടക്കി പിടിച്ചു. ദേഷ്യം അടക്കി അവൻ പുറത്തെത്തി ബോർഡ് നോക്കി. മുക്തിയുടെ അച്ഛൻ ജോയിന്റ് സെക്രട്ടറിയാണ്, IAS ഉദ്യോഗസ്ഥനാണ്. ശങ്കർ തിരികെ എത്തി അത് അദ്ദേഹത്തോട് പറഞ്ഞു. തന്റെ പൊസിഷനെ പറ്റി അദ്ദേഹം ഒന്നുകൂടി വിശദീകരിച്ചു. തന്റെ കീഴിൽ എത്ര ഗവൺമെന്റ് സ്റ്റാഫ്സ് ഉണ്ട് എന്ന കാര്യമൊക്കെ എണ്ണി പറഞ്ഞു. ഒരിക്കലും ശങ്കർ തനിക്ക് തുല്യമാവില്ല, തന്റെ മകളെ കെട്ടാൻ യോഗ്യതയില്ലാത്തവനാണ് എന്ന് പറഞ്ഞു വെക്കുകയായിരുന്നു അയാൾ. തനിക്ക് ഈക്വലായ ഒരാൾക്ക് മാത്രമേ തന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കൂ എന്ന ശങ്കറിന്റെ ചോദ്യത്തിന് അയാൾ മറുപടി പറഞ്ഞു. ഈ ലെവലിലെത്താൻ നിങ്ങൾ എന്ത് ചെയ്തു എന്ന ശങ്കറിന്റെ ചോദ്യത്തിന് പുച്ഛച്ചിരിയോടെ UPSC എന്ന് അയാൾ മറുപടി പറഞ്ഞു. UPSCക്ക് 3 റൗണ്ട് ഉണ്ട്, പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ. ആദ്യം നീ പോയി അങ്ങനാണെങ്കിൽ പ്രിലിംസ് കംപ്ലീറ്റ് ചെയ്തിട്ട് വാ, എന്നിട്ട് എന്നോട് സംസാരിക്ക്, അപ്പോ നമുക്ക് സംസാരിക്കാം എന്ന മട്ടിൽ അദ്ദേഹം മറുപടി പറയുകയും ചെയ്തു. വല്ലാത്തൊരു അഗ്രഷനോടെ അടുത്തുനിന്ന മുക്തിയെ
മുക്തിയെയും അയാളെയും ശങ്കർ മാറി മാറി നോക്കി. പിന്നാലെ പറഞ്ഞു, ഇനി പ്രിലിംസ് പാസ് ചെയ്തിട്ടേ ഞാൻ നിങ്ങളുടെ മകളെ വിളിക്കുക പോലും ചെയ്യൂ. അവിടെ നിന്നിറങ്ങാൻ തുടങ്ങിയ ശങ്കറിനെ മുക്തി തടയാൻ ശ്രമിച്ചു. അത് ശങ്കറിനെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല, നിന്റെ വർഷങ്ങൾ പോവേയുള്ളൂ എന്നവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. പക്ഷേ ശങ്കർ അവളോട് ചോദിച്ചു, എന്റെ താമസ സ്ഥലവും അച്ഛൻ ഭക്ഷണം കഴിക്കുന്ന രീതിയും ഒക്കെ കണ്ട് നിനക്ക് അറുവറുപ്പ് തോന്നിയോ? ഇല്ലെന്ന മട്ടിൽ മുക്തി പറഞ്ഞതും, നീ എന്നെ മൃഗത്തിൽ നിന്നും മനുഷ്യനാക്കി. ഇതൊരു എക്സാമിന്റെ കാര്യമല്ലേ, അത് പാസ്സായി കഴിഞ്ഞ് ഞാൻ നിന്നെ വിളിക്കും. ഇതെങ്ങനെ നേടിയെടുക്കാൻ പോകുന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്നിനി എന്റെ ഫോണിൽ നിന്ന് നിന്റെ ഫോണിലേക്ക് കോൾ വരുന്നു, മടിക്കാതെ നീ ഫോൺ എടുക്കണം. അതും പറഞ്ഞ ശങ്കർ അവിടെ നിന്ന് ഇറങ്ങി നടന്നു. മുക്തി ഞെട്ടലോടെ ഒരു ഭയത്തോടെ ശങ്കറെ നോക്കി നിന്നു. പോകുന്നതിനു മുമ്പ് ശങ്കർ ഒന്നുകൂടി തിരികെ വന്നു. തന്റെ അമ്മയുടെ വളകൾ മുക്തിയുടെ കയ്യിൽ ഏൽപ്പിച്ചു. സൂക്ഷിച്ചു വെച്ചോളാനും നിന്നിലേക്ക് തിരികെ എത്തിയ ശേഷം നിന്നെ ഞാൻ തന്നെ അത് ധരിപ്പിച്ചോളാം എന്നും പറഞ്ഞവൻ അവിടെ നിന്നിറങ്ങി. എന്ത് നടക്കാൻ പോകുന്നുവെന്ന് മുക്തിക്കൊരു പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. മറുവശത്ത് ശങ്കറാകട്ടെ UPSCയെ പറ്റി ഒന്നും അറിയാതെ അതിനുവേണ്ടി ശ്രമിക്കാൻ ആരംഭിച്ചു. പക്ഷേ ഓരോ കൊല്ലം കഴിയും തോറും അവൻ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തു. 2ാം വർഷവും പിന്നിട്ടു. ഒടുവിൽ കഠിനമായ പഠിത്തം കൊണ്ടും തന്റെ ശ്രമങ്ങൾ കൊണ്ടും തന്റെ 3ാമത്തെ അറ്റംപ്റ്റിൽ ശങ്കർ പ്രിലിംസ് പാസ്സായി. ആഘോഷത്തോടെ ഡാൻസ് ചെയ്തായിരുന്നു അവനെന്ന് തന്റെ അച്ഛന്റെ അടുക്കലെത്തിയത്. ആ സന്തോഷ വിവരം മുക്തിയോട് പങ്കുവെക്കണമെന്ന് അവന് തോന്നി. 3 വർഷം പിന്നിട്ടിരുന്നല്ലോ. മുക്തിയുടെ വീട്ടിലേക്ക് ചെന്ന് മുക്തി അറിയിക്കാനായിരുന്നു അവന്റെ ശ്രമം. പക്ഷെ അവിടെ എത്തിയപ്പോൾ അവൻ കണ്ട കാഴ്ച മുക്തി US-ൽ നിന്ന് തിരികെ വന്നിരിക്കുന്ന ദിവസമാണ്. അവിടെ ഒരു പാർട്ടി നടക്കുന്നുണ്ട്. ആ പാർട്ടിയിൽ തന്റെ കാമുകനും തന്റെ ഫിയാൻസിയുമായ ജെസ്സിയെ മുക്തി പരിചയപ്പെടുത്തുകയായിരുന്നു. US-ൽ വെച്ച് വീണ്ടും ജെസ്സിയും മുക്തിയും കണ്ടുമുട്ടുകയും പ്രണയത്തിലാവുകയും ചെയ്യുകയായിരുന്നു. ശങ്കർ തന്നെ വിട്ടുപോയെന്നും ഇനി തിരികെ വരില്ലെന്നും അവൾ വിശ്വസിച്ചിരുന്നു. എല്ലാം അനൗൺസ് ചെയ്ത തൊട്ടു പിന്നാലെ ശങ്കറിന്റെ കോൾ വന്നു. അത് കണ്ട് അക്ഷരാർത്ഥത്തിൽ മുക്തി ഞെട്ടി. അങ്ങോട്ടേക്ക് എത്തിയ ശങ്കറെ സെക്യൂരിറ്റി പിടിച്ച് പുറത്താക്കുന്നുണ്ടായിരുന്നു. മുക്തി പോയി ചെക്ക് ചെയ്തു. പ്രിലിംസിൽ അവന്റെ പേരുണ്ട്. അവന്റെ അച്ഛനും സുഹൃത്തും കൂടിയായിരുന്നു അവനെ അവിടുന്ന് തിരിച്ചു കൊണ്ടുവന്നത്. പക്ഷെ വീട്ടിലെത്തിയതും അവരെ വീടിനുള്ളിൽ പൂട്ടിയിട്ട് ശങ്കർ പുറത്തേക്കിറങ്ങി. കുപ്പി ബോംബുമായി അങ്ങോട്ടേക്ക് നടന്നു കയറിയവൻ അവിടെ മുഴുവൻ തീയിടാൻ ആരംഭിച്ചു. വലിയ ആക്രമണം തന്നെ നടത്തി. മുക്തി ഓടിവന്ന് ശങ്കറെ തടയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ശങ്കർ അടങ്ങുന്നേയുണ്ടായിരുന്നില്ല. താൻ ചതിക്കപ്പെട്ടു എന്ന വിശ്വാസമായിരുന്നു അവന്. തന്നെ ചതിച്ചതിനെപ്പറ്റി ദേഷ്യത്തിൽ ശങ്കർ തന്നെ അവളെ ചോദ്യം ചെയ്തു. പക്ഷെ അവൾ പറഞ്ഞു, നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ നിന്റെ കൂടെ ഞാൻ നടക്കുന്നതെല്ലാം എന്റെ തീസിസിന് വേണ്ടി മാത്രമാണെന്ന്. പക്ഷെ നീ കേട്ടോ? അങ്ങനാണെങ്കിൽ നീ എന്തിനാടി നിന്റെ അച്ഛനെ കാണാൻ എന്നെ വിളിച്ചു വരുത്തിയത്? അച്ഛൻ എന്നോട് പ്രിലിംസ് പാസ്സായി വരാൻ പറഞ്ഞപ്പോ ഉള്ള കാര്യം പറഞ്ഞ നീ എന്നെ തടയാതിരുന്നത്? ഇതൊന്നും എന്നോട് നീ പറയാതിരുന്നത് എന്താ? എപ്പോ പറയാനായിരുന്നു നിന്റെ ഉദ്ദേശം? പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരാളാണോടോ നീ? റിജക്ഷൻ എങ്ങനെ ഉൾക്കൊള്ളണം എന്ന് നിനക്കറിയാമോ? എത്ര തവണ ഞാൻ ശ്രമിച്ചിട്ടുണ്ടെന്നറിയോ? അത് പറയാനാ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാൻ വന്നേ. പക്ഷെ എനിക്ക് പറ്റിയില്ല. പറഞ്ഞവരെ നിനക്കത് മനസ്സിലാവുമായിരുന്നോ? നീ ഇപ്പൊ പറയുന്ന എക്സാം ഇല്ലേ, അതിനെപ്പറ്റി ആലോചിച്ചു നോക്ക്. ആ എക്സാം കൊണ്ട് നിന്റെ ലൈഫ് തന്നെ ബെറ്റർ ആവും. അത് നിനക്ക് കാണാൻ പറ്റുന്നില്ലല്ലേ? നിന്റെ അച്ഛനോട് ചോദിക്ക്, അയാൾക്കത് മനസ്സിലാകും. ഇല്ലെങ്കിൽ നിന്റെ കൂട്ടുകാരനോട് ചോദിക്ക്, അവനെങ്കിലും അത് കാണാൻ പറ്റും. ഇല്ലേല് നിന്റെ 10 സൈസുള്ള ആ റൂമിൽ പോയി നിൽക്ക്, അതിനോട് ചോദിക്ക്. ഇരുന്ന് തിന്നാൻ പോലും സ്ഥലമില്ലാത്ത അതിനോട് ചോദിക്ക്, അപ്പൊ നിനക്ക് മനസ്സിലാകും. അത് കേട്ടതും ശങ്കറിന് ദേഷ്യം കയറി വന്നു. അവൻ അവളുടെ കഴുത്തിൽ ഞെക്കി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ആ മുറിയിൽ ശ്വാസം മുട്ടുന്നുണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. നിനക്കെന്താ പെട്ടെന്ന് എന്റെ അച്ഛനോടൊരു സ്നേഹം? എന്നെ കൊണ്ട് ഇതൊക്കെ പഠിപ്പിച്ചിട്ട് ഇതിനൊക്കെ എന്തർത്ഥമാ ഉള്ളത്? എന്തർത്ഥമാണെന്ന് ചോദിച്ചാ നീ പ്രിലിംസ് ക്ലിയർ ചെയ്തു, മെയിൻസ് ക്ലിയർ ചെയ്ത നീ എവിടെ എത്തുമെന്ന് ആലോചിക്കും ശങ്കർ. പക്ഷെ ശങ്കറിന് അതൊന്നും വേണ്ടിയിരുന്നില്ല. താൻ ചെയ്തതൊക്കെയും അവളുടെ പ്രണയത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് അഗ്രസീവായി ശങ്കർ നിന്നു. നിനക്ക് എന്റെ വീടിനോടും എന്റെ മേലെയും എന്റെ അച്ഛനോടും ഒക്കെ അറുവറുപ്പായിരുന്നെങ്കിൽ അത് നേരത്തെ പറയാൻ പാടില്ലായിരുന്നോ എന്ന് നിസ്സഹായതയോടെ ദേഷ്യത്തിനിടയ്ക്ക് അവൻ ചോദിച്ചു. എന്നെ കളക്ടറാക്കണോന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു മനുഷ്യൻ പോലും അല്ലാതാക്കിയല്ലോ നീ എന്ന മട്ടിൽ അവൻ പുലമ്പി. അവളുടെ കവിളിൽ കൈവച്ച് കണ്ണീരോടെ അവൻ ചോദിച്ചു, ഒരു ദിവസം പോലും നീ അപ്പോൾ എന്നെ പ്രണയിച്ചിട്ടില്ലേ? ഒരു നിമിഷം, ഒരു സെക്കൻഡെങ്കിലും ഇല്ലെന്നായിരുന്നു അവളുടെ മറുപടി. അതവനെ അപ്പാടെ തകർത്തു കളഞ്ഞിരുന്നു. നമ്മൾ ശരിയാവില്ലെന്ന് മുക്തി വീണ്ടും ശങ്കറിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ശങ്കറിന് തന്റെ ശരീരം മുഴുവൻ എരിയുന്ന പോലെ വീണ്ടും അനുഭവപ്പെടാൻ തുടങ്ങി. എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്ത്, ഒന്ന് ചുംബിക്ക്, അല്ലെങ്കിൽ നമുക്കിവിടെ നിന്ന് താഴേക്ക് എടുത്തു ചാടാം, എന്നെ വെടിവെച്ചു കൊല്ല് എന്നൊക്കെ ശങ്കർ പുലമ്പിക്കൊണ്ടിരുന്നു. പോലീസും അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഗേറ്റ് അടച്ചിരുന്നത് കൊണ്ട് അവർക്ക് അകത്ത് കടക്കാൻ പറ്റുന്നില്ല. നീ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലുമോ എന്ന് എനിക്ക് പേടിയാകുന്നു എന്ന് പറഞ്ഞ് ശങ്കർ പിറുപിറുക്കാൻ തുടങ്ങി. പിന്നാലെ അവൾ പറഞ്ഞു, അങ്ങനാണെങ്കിൽ എന്നെ കൊന്നേക്ക്. നിന്റെ കൂടെ ചാടാനോ നിന്നെ ചുംബിക്കാനോ ഒന്നും എനിക്ക് പറ്റില്ല. നിന്റെ കൂടെ ഇരുന്ന് കരയാൻ മാത്രമേ എനിക്ക് പറ്റൂ, അതും ഒരു സുഹൃത്തായി. എനിക്കെതിരെ ഇനിയും പ്രണയമെന്ന് പറഞ്ഞ് നീ വന്നേക്കരുത്. ശങ്കർ കരച്ചിൽ നിർത്തി എഴുന്നേറ്റു. പോലീസുള്ള ഭാഗത്തേക്ക് നടക്കാൻ തുടങ്ങി. മുക്തി പറഞ്ഞു, അതുവഴി പോവരുത്, അവിടെ പോലീസുണ്ട്. ഞാൻ ആ വഴി പോയാലെന്താ, ഇപ്രവഴി പോയാലെന്താ?
അത് നിന്നെ ബാധിക്കുമോ എന്നായിരുന്നു അവന്റെ ചോദ്യം. ഇല്ലെന്ന് അവൾ പറഞ്ഞതും അവൻ പോലീസിന്റെ അടുത്തേക്ക് തന്നെ ചെന്നു. ഗേറ്റ് തുറന്നു. പോലീസ് അവനെ തല്ലിച്ചതച്ച് വലിച്ചഴച്ച് കൊണ്ടുപോവാൻ തുടങ്ങി. പിറ്റേന്ന് ശങ്കറിന്റെ അച്ഛൻ മുക്തിയുടെ അച്ഛന്റെ അടുക്കൽ മകനെ വിട്ടുകിട്ടാൻ വേണ്ടി പറയണം എന്ന് പറഞ്ഞ് അപേക്ഷിക്കാനെത്തി. മാപ്പ് ചോദിച്ചിട്ടും അയാൾ അടങ്ങുന്നുണ്ടായിരുന്നില്ല. മുക്തിയുടെ അച്ഛന്റെ ഉള്ളിൽ ദേഷ്യം കനത്തിരുന്നു. മുക്തിയുടെ അച്ഛൻ ശങ്കറിന്റെ അച്ഛനെ കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഓരോരുത്തരുടെയും കാല് പിടിച്ച് മാപ്പ് ചോദിപ്പിച്ചു. ഒടുവിൽ മുക്തി അങ്ങോട്ടേക്ക് വന്നപ്പോഴായിരുന്നു മുക്തിയുടെ അച്ഛൻ അത് നിർത്തിയത്. സ്റ്റേഷനിൽ പോയി നിന്റെ മോനെ കൂട്ടിക്കൊണ്ടുപോക്കോ എന്ന മട്ടിൽ അയാൾ പറഞ്ഞു. ശങ്കറിന് മേൽ FIR ഇട്ടിരുന്നില്ല. അച്ഛൻ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി. തല്ലുകൊണ്ട് അവശത ഒരു വശത്ത് ശങ്കർ ഉണ്ടായിരുന്നു. ശങ്കറിനെ താങ്ങി പിടിച്ചെഴുന്നേൽപ്പിച്ച് പുറത്തു കൊണ്ടുവന്ന് തന്റെ സ്കൂട്ടറിൽ കയറ്റിയിരുത്തി ദേഹത്തോട് ഒരു തുണി കൊണ്ട് ചേർത്ത് കെട്ടി അദ്ദേഹം വണ്ടി ഓടിച്ചു പോവാൻ തുടങ്ങി. ആ നാട് തന്നെ വിട്ടുപോകണം എന്ന് ശങ്കറിന്റെ അച്ഛനടുക്കൽ മുക്തിയുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം മനസ്സിൽ വെച്ചാണ് അദ്ദേഹം വണ്ടി ഓടിക്കുന്നത്. പോകുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, കുട്ടിക്കാലത്ത് നിനക്ക് എയ്റോപ്ലെയിൻ കയറണം, എയ്റോപ്ലെയിനിൽ പോകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ജോലി കഴിഞ്ഞു വരുമ്പോ നമ്മൾ വാർക്കമുകളിലിരുന്ന് കുറെ നേരം എയ്റോപ്ലെയിൻ നോക്കും. നീ അങ്ങനെ പറയുമ്പോ ഞാനെന്താ ചെയ്തെന്നറിയോ? നിന്റെ കണ്ണ് കെട്ടി നിന്നെ സൈക്കിളിൽ കയറ്റി വേഗത്തിൽ സൈക്കിൾ ഓടിക്കും. കൈവീശി നീ നമ്മൾ പറക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. വേഗത്തിൽ പോവച്ച എന്ന് പറയും. ഞാൻ എന്റെ പരമാവധി ശക്തിയിൽ അപ്പോൾ ആ സൈക്കിൾ വായിക്കുമായിരുന്നു. അതൊക്കെ പറഞ്ഞ് ആവേശത്തിൽ പഴയ ഓർമ്മകളിൽ മുഴുകി അദ്ദേഹം സ്കൂട്ടർ വേഗത്തിൽ മുമ്പോട്ട് വായിച്ചു. എനിക്ക് ഒരു സ്വപ്നമുണ്ടായിരുന്നു, എന്നെങ്കിലും ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള ഒരു പ്ലെയിനില് നിന്നെ ഇരുത്തണോന്ന്. എന്നിട്ട് നമ്മൾ ഒന്നിച്ച് ആ പ്ലെയിനിലിരുന്ന് അലറി വിളിക്കണം, ഇനിയും വേഗത്തിൽ. വണ്ടി അങ്ങനെ അദ്ദേഹം വേഗത്തിൽ ഇമോഷണലായി പായിച്ചതും ഒരു ഘട്ടത്തിൽ നിയന്ത്രണം വിട്ടു. സ്കൂട്ടർ മറിഞ്ഞു വീണു. ശങ്കർ തെറിച്ചു വീണിരുന്നു. പക്ഷേ ആ അപകടത്തിൽ ശങ്കറിന്റെ അച്ഛൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. ജീവിതത്തിൽ വലിയ തിരിച്ചടികൾ വീണ്ടും നേരിടുന്നു. ശങ്കർ ആകെ തകർന്നിരുന്നു. ശങ്കർ അച്ഛന്റെ മൃതദേഹം അടക്കം ചെയ്യുവാൻ ബനാറസിലേക്ക് പോയി. മറുവശത്ത് മുക്തിയുടെ വിവാഹ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ജസിയുമായുള്ള വിവാഹത്തിന് മുക്തി തിരക്ക് കൂട്ടിയിരുന്നു. തന്റെ വിവാഹം കഴിഞ്ഞാലേ ശങ്കർ അടങ്ങൂ എന്നാണ് അവൾ ചിന്തിക്കുന്നത്. ഇതേസമയം ശങ്കർ ബനാറസിലെത്തി. അപ്പോഴാണ് അങ്ങോട്ടേക്ക് സംസ്കാര ചടങ്ങുകൾ ചെയ്യുവാൻ പണ്ഡിറ്റ് കടന്നുവരുന്നത്. ആനന്ദൽ റായിയുടെ മുൻ ധനുഷ് ചിത്രം രാഞ്ചാനയുമായി അവിടെ ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഒരു സ്പിരിച്വൽ കണക്ഷൻ. രാഞ്ചാനയിൽ നായകനായ ധനുഷ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് അവൻ ഇതുവരെ മുക്തി കിട്ടിയിട്ടില്ലേ എന്ന മട്ടിൽ പണ്ഡിറ്റ് ശങ്കറിനോട് ചോദിച്ചു. അവൻ സ്നേഹിച്ച പെണ്ണിന്റെ പേര് മുക്തി എന്നല്ലേ എന്നും പണ്ഡിറ്റ് ചോദിച്ചു വെക്കുന്നുണ്ട്. നിനക്കൊരിക്കലും അവളെ കിട്ടില്ലെന്നും പണ്ഡിറ്റ് പറഞ്ഞു വെക്കുന്നു. ശങ്കർ തന്നെ രക്ഷിക്കാൻ പണ്ഡിറ്റിനോട് പറഞ്ഞു. ഞാൻ മരിച്ചിട്ടും എന്റെ വേദന കുറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യുമെന്നും ചോദിച്ചു. പണ്ഡിറ്റ് അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവന്റെ അച്ഛന്റെ എരിയുന്ന മൃതദേഹം കാണിച്ചു. മുക്തിക്ക് പിന്നാലെ അലയുന്നത് അവസാനിപ്പിക്കാനും പണ്ഡിറ്റ് അവനെ ഉപദേശിച്ചു. നിന്റെ പ്രണയത്തിൽ നിന്നെ തന്നെ ഇരിക്കാനും, അങ്ങനാണെങ്കിൽ മുക്തി നിന്നെ തേടിയെത്തുമെന്നും നിന്റെ കാലിൽ വീഴുമെന്നും എന്നെ സ്വീകരിക്കണമെന്ന് പറയുമെന്നും പണ്ഡിറ്റ് കൂട്ടിച്ചേർത്തു. പിന്നാലെ പണ്ഡിറ്റ് അവിടെ നിന്ന് നടന്നു നീങ്ങുകയും ചെയ്തു. ശങ്കർ ഒരുപാട് കരഞ്ഞു. സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ഗംഗയിൽ നിന്നുള്ള വെള്ളവും കുപ്പിയിലാക്കി ശങ്കർ അവിടെ നിന്നും മടങ്ങി. അവൻ നേരെ പോയത് മുക്തിയുടെ വിവാഹ ചടങ്ങുകൾ നടക്കുന്നിടത്തേക്കായിരുന്നു. ശങ്കർ ആസിഡ് ഒഴിക്കാൻ വന്നതാണെന്ന മട്ടിൽ എല്ലാവരും ഭയപ്പെട്ടു. മുക്തിയുടെ ദേഹത്തൂടെ അവൻ ആ വെള്ളം ഒഴിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്റെ അച്ഛന്റെ സംസ്കാര ചടങ്ങുകൾക്ക് ഞാൻ കാശിയിൽ പോയിരുന്നു. നിനക്ക് ഗംഗാജലം കൊണ്ടുവരണമെന്ന് തോന്നി. പുതിയ ജീവിതം തുടങ്ങാൻ പോകുവല്ലേ, പഴയ പാപങ്ങൾ കഴുകി തീർത്തിട്ട് പൊക്കോളൂ. ഈശ്വരനടുക്കൽ നിനക്ക് വേണ്ടി ഒരു വരം ചോദിച്ചു വാങ്ങിയിട്ട് വന്നു. നിനക്ക് ജനിക്കാൻ പോകുന്നത് ഒരു ആൺകുഞ്ഞായിരിക്കട്ടെ. അപ്പോഴേ നിനക്ക് മനസ്സിലാകൂ, പ്രണയത്തിൽ പരാജയപ്പെട്ട് മരിക്കുന്നവനും ആരോരാളുടെ മകനായിരുന്നുവെന്ന്. അവന്റെ ആ വാക്കുകൾ അവളുടെ മനസ്സിൽ ആഴത്തിൽ പതിച്ചു. കുറ്റബോധമോ വേദനയോ അവളെ കാർന്നു തിന്നു. അവൾ ആദ്യമായി മദ്യപിക്കാൻ തുടങ്ങി. അവൾ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അവളെ മനസ്സിലാക്കിയിരുന്ന ജെസ്സി ആ വിവാഹത്തിൽ നിന്ന് മാറിക്കൊണ്ട് അവളെ മോചിതയാക്കി. മറുവശത്ത് ശങ്കർ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിരുന്നിരുന്നു. പക്ഷെ അവന് മനസ്സ് വന്നില്ല. അതുവഴി ഒരു വിമാനം പറക്കുന്നത് കണ്ടപ്പോൾ അവൻ അച്ഛന്റെ വാക്കുകൾ ഓർത്തു. അവൻ അവിടം വിട്ടുപോയി. മുക്തി അവനെ തേടി വന്നെങ്കിലും അവനെ എവിടെയും കണ്ടുകിട്ടിയില്ല. അവൾ മദ്യത്തിന് അടിമപ്പെട്ടു. ശങ്കർ ആകട്ടെ എയർഫോഴ്സിൽ ചേരാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. അച്ഛന്റെ ആഗ്രഹം പൂർത്തിയാക്കാൻ അവൻ ഒരുപാട് കഷ്ടപ്പെട്ടു. എയർഫോഴ്സിൽ ലഫ്റ്റനന്റായി മാറി. മറുവശത്ത് മുക്തിയാകട്ടെ മദ്യത്തിന് ഒരുപാട് അടിമപ്പെട്ടു. ഒടുവിൽ അവൾക്ക് ലിവർ സിറോസിസും പിടിപെട്ടു. എന്നിട്ടും അവൾ മദ്യപാനമൊന്നും നിർത്തിയില്ല. ആയിടയ്ക്ക് വിവരമറിഞ്ഞ് ജെസ്സി എത്തി. ജെസ്സി ഇപ്പോൾ ഇന്ത്യൻ നേവിയിൽ INS വിക്രാന്തിലെ ഒരു ഓഫീസറാണ്. അവളുടെ അച്ഛന്റെ അവസ്ഥ കണ്ട് അദ്ദേഹത്തിന്റെ നിർബന്ധപ്രകാരം എല്ലാം അറിയാവുന്ന ജെസ്സി മുക്തിയെ രജിസ്റ്റർ മാരേജ് ചെയ്തു. ആരോഗ്യം മോശമാണെങ്കിലും തനിക്ക് കുട്ടി വേണം എന്ന് ജെസ്സി ആഗ്രഹിച്ചു. അങ്ങനായിരുന്നു അവൾ പ്രഗ്നന്റ് ആയത്. ഇപ്പോൾ ശങ്കറിന്റെ ഫയൽ കിട്ടി ശങ്കറിന്റെ അടുത്തേക്ക് എത്തിച്ചേരുന്നതും ഗർഭിണിയായിരിക്കുമ്പോൾ ഒട്ടും മദ്യപിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അന്നവിടുത്തെ ആ ബോംബ് ബ്ലാസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോ കുറ്റബോധം മാളിക്കത്തി
വിരക്തി സഹിക്കാൻ പറ്റാതെ മുക്തി മദ്യപിച്ചു. അവൾ അവിടെ നിന്നും ശങ്കറിന്റെ മുറിയിലേക്കെത്തി. കണ്ണാടിയിൽ അവന്റെയും അച്ഛന്റെയും പഴയ ഫോട്ടോ കണ്ട് അവൾ കുറ്റബോധത്തോടെ നോക്കി നിന്നു. അപ്പോൾ ശങ്കറും അങ്ങോട്ടേക്ക് വന്നെത്തിയിരുന്നു. ശങ്കറിന് യുദ്ധമുഖത്തേക്ക് ഇറങ്ങണം, അതിന് മുക്തിയുടെ ഒപ്പ് വേണം, സിറ്റുവേഷൻ അർജന്റുമാണ്. മുക്തിക്ക് അടുക്കലെത്തി. നിന്റെ കുറ്റബോധത്തിനോ പോയിന്റ്ലെസ് ഇമോഷനോ ഒന്നും ഇവിടെ സ്ഥാനമില്ല, എനിക്ക് പറക്കണം, നീ എനിക്ക് ഒപ്പിട്ട് തരണം എന്നാവശ്യപ്പെട്ടു. അവൾ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ശങ്കർ, എനിക്ക് നിന്നെയോർത്ത് ഒരു സിമ്പതിയുമില്ല. ഏതൊരു പെൺകുട്ടിയും എപ്പോഴും ഒരു രാജകുമാരനെ സ്വപ്നം കാണുന്നത്, ഒരു തൊഴിലാളിയെ സ്വപ്നം കാണാറേയില്ല. പക്ഷേ അവൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രണയം രാജകുമാരനിൽ നിന്ന് അവർക്ക് കിട്ടുകയുമില്ല. പക്ഷെ ആ പ്രണയം തൊഴിലാളിയുടെ വിയർപ്പിൽ അവൾക്ക് കാണാൻ സാധിക്കും, അവന്റെ കണ്ണീരിൽ കാണാൻ സാധിക്കും, അവന്റെ സ്നേഹത്തിൽ കാണാൻ സാധിക്കും. ഒരു ചിരിയോടെ അവൾ പറഞ്ഞു, ഞാനിപ്പോ നിന്നെ പ്രണയിക്കുന്നുണ്ടെന്ന് പറഞ്ഞ നീ എന്നെ കൊല്ലില്ലേ? ഇമോഷണലായി അവളത് പറഞ്ഞപ്പോ ശങ്കർ വല്ലാത്തൊരു ചിരി ചിരിക്കാൻ തുടങ്ങി. നീ കുടിച്ചിട്ട് സംസാരിക്കുവാണ്? അതെ, കുടിച്ചിട്ടുണ്ട്, പെട്രോൾ വരെ കുടിച്ചു, എന്നിട്ടും മരിച്ചില്ലല്ലോ. നോക്ക്, ഇപ്പോ ഗർഭിണിയായിരിക്കുന്നു, നിന്റെ ശാപം ഭരിക്കുമെന്ന് വിചാരിച്ച് കാത്തിരിക്കുവാണ്. പക്ഷെ നോക്ക്, ചാവുന്നില്ലല്ലോ. എന്തെങ്കിലും ചെയ്യ്, ചാവുകയോ ചാവാതിരിക്കുകയോ ചെയ്യ്, പക്ഷേ എന്റെ പേപ്പറിൽ സൈൻ ചെയ്തതാ. ശങ്കർ അവളോടായി പറഞ്ഞു, നിനക്ക് തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല ശങ്കർ, നിനക്ക് എന്നോട് എന്ത് വേണമെങ്കിലും ചോദിക്കാം, പക്ഷേ ഈ ഒപ്പ് മാത്രം ചോദിക്കരുത്. അഫക്ഷൻ കാട്ടാനും പ്രണയം കാട്ടാനും മാപ്പ് തരാനുമുള്ള മൂഡിലല്ല ശക്തി ഞാൻ. അവളുടെ അടുക്കൽ വന്ന് കുത്തിനു പിടിച്ച് ദേഷ്യത്തിൽ അവൻ പറഞ്ഞു, എനിക്കിപ്പോൾ ഫൈറ്റ് ചെയ്യുക മാത്രമാണ് വേണ്ടത്, ഞാനിപ്പോൾ വാറിലാണ്. ഞാനും വാറിലാണെന്നായിരുന്നു മുക്തിയുടെ മറുപടി. യുദ്ധാന്തരീക്ഷം കനത്തോണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ INS വിക്രാന്ത് ആക്രമിക്കാൻ പോകുന്നു എന്ന് വിവരം വരുന്നു. എത്രയും പെട്ടെന്ന് ലഡാക്കിൽ നിന്ന് എയർ ഫൈറ്റേഴ്സ് പുറപ്പെട്ടേ മതിയാകൂ. ശങ്കർ തളർന്നിരുന്നു. പിന്നാലെ ചോദിച്ചു, ഒരു ഒപ്പിട്ടെന്ന് വെച്ച് നിനക്ക് എന്ത് പറ്റാനാണ് മുക്തി? നിനക്കെന്താ വേണ്ടത്? എനിക്ക് വേണ്ടത് നിന്നെയാണ്. നീ ഇപ്പോ പോയാ ഇനി നീ തിരികെ വരില്ല. എന്നെ സേവ് ചെയ്ത നിനക്ക് എന്താ കിട്ടാൻ പോകുന്നേ? ദേഷ്യം കൊണ്ട് അവളുടെ അടുത്തേക്ക് അവൻ നടന്നു ചെന്നു. പക്ഷെ അപ്പോഴാണ് അവൾ തന്റെ രോഗാവസ്ഥയെപ്പറ്റി അവനോട് പറയുന്നത്. പോവരുതെന്ന് പറഞ്ഞ് അവൾ അവന്റെ കാലിൽ വരെ വീണു. വല്ലാതെ കരയാൻ തുടങ്ങി. ശങ്കറിനൊന്നും മനസ്സിലാകുന്നില്ല. ശങ്കറിന് പക്ഷെ അത് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ചെയ്യരുത് മുക്തി എന്ന് പറഞ്ഞ് അവൻ അലറി വിളിച്ചു. അവളുടെ അടുക്കൽ ചെന്ന് മുട്ടുകുത്തിയിരുന്ന അവനും പറഞ്ഞു, ഈ നശിച്ച പ്രേമം എനിക്ക് വേണ്ട. എനിക്കിപ്പോൾ വേണ്ടത് എന്റെ രാജ്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യൽ മാത്രമാണ്. എല്ലാത്തിനും ഞാൻ നിന്നോട് ക്ഷമിച്ചു കഴിഞ്ഞു. നീ പൊക്കോ. എന്റെ പേപ്പറിൽ ഒപ്പിട്ട് തന്നിട്ട് എങ്ങോട്ടേക്കാണെന്ന് വെച്ചാ പൊക്കോ. ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കാൻ വന്നതല്ല ശങ്കർ. ഞാൻ നിന്നെ പ്രണയിച്ചാലും വെറുത്താലും അത് നിന്നിൽ ഒരു മാറ്റവും ഉണ്ടാക്കുന്നില്ല. നിന്റെ അടുക്കൽ മറ്റൊന്ന് ചോദിക്കാനാണ് ഞാൻ വന്നത്. അതും പറഞ്ഞ് അവൾ അവന്റെ മുഖത്ത് പിടിച്ചു. കയ്യിൽ മുഴുവൻ രക്തമായിരിക്കുന്നു. അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അവളുടെ വയറിൽ നിന്നും രക്തം വരാൻ തുടങ്ങിയിരുന്നു. പിന്നാലെയാണ് അവൾ പറഞ്ഞത്, നീ എന്റെ കുട്ടിയെ നോക്കണം. എന്റെ ഭർത്താവ് ജെസി നേവിയിലാണ്. ഇപ്പോൾ ആക്രമിക്കപ്പെടുന്ന INS വിക്രാന്തിൽ യുദ്ധത്തിന് അവൻ നയിക്കപ്പെട്ടിരിക്കുന്നു. അവൻ ജീവനോടെ തിരികെ വരുമോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. നീയും എയർഫോഴ്സ് പൈലറ്റ് ആണ്. ഞാൻ നിന്റെ ഫയലിൽ സൈൻ ചെയ്താൽ നീയും വാറിലേക്ക് പോകും. അതുകൊണ്ട് ഞാൻ നിന്റെ ഫയലിൽ സൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നീ പോവരുത്. നീ എന്റെ മകനെ സംരക്ഷിക്കണം. മുക്തി വേഗത്തിൽ ഓപ്പറേഷൻ റൂമിലേക്ക്, ഹോസ്പിറ്റൽ റൂമിലേക്ക് മാറ്റപ്പെട്ടു. ശങ്കർ അവളുടെ അടുത്ത് തന്നെയുണ്ട്. അവൾ ശങ്കറിനോട് പോവരുതെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തന്റെ കുട്ടിയെ വളർത്തണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഞാൻ വളർത്തിയ അവൻ എന്നെ പോലെ അഴുക്കുചാലിലെ പുഴുവിനെ പോലായിരിക്കും വളരുക. ശങ്കർ അത് പറഞ്ഞതും മുക്തി മറുപടി പറഞ്ഞു, ഞാൻ അഴുക്കുചാലിലെ ഒരു പുഴു ഇന്ത്യൻ എയർഫോഴ്സിലെ ബെസ്റ്റ് പൈലറ്റ് ആകുന്നത് കണ്ടിട്ടുണ്ട്. ശങ്കറിനെ ഉദ്ദേശിച്ചായിരുന്നു അവൾ അത് പറഞ്ഞത്. കണ്ണു തുടച്ചുകൊണ്ട് മാറിയിരുന്ന ശങ്കർ പറഞ്ഞു, മഹാദേവന് മേളിൽ സത്യം ചെയ്തു പറയുന്നു, നിന്റെ മകൻ തനിച്ചാവില്ല. ഞാൻ തിരിച്ചു വരും. ഈ പേപ്പറിൽ നീ ഒപ്പുവെക്ക്. അത് കേട്ടതും മുക്തി ഭയന്നു. മുക്തി അവനെ നോക്കിക്കൊണ്ടു നിന്നു. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ അവൾ അതിൽ സൈൻ ചെയ്തു. സൈൻ കിട്ടി പുറപ്പെടാൻ പോകുന്നതിനു മുമ്പ് അവൻ അവളോടായി പറഞ്ഞു, ചിലരുടെ തലയിൽ പ്രണയമായിരിക്കും എഴുതിയിരിക്കുന്നത്, ചിലർക്ക് അത് വയലൻസ് ആണ്. ഞാനിതിൽ രണ്ടാമത്തെ ഗണത്തിൽപ്പെട്ടവനാണ്. നിന്റെ മകനെ കാത്തുരക്ഷിക്കേണ്ടത് അവന്റെ അച്ഛനാണ്. ജെസി, ഞാനുള്ളപ്പോൾ ജെസിക്കൊന്നും സംഭവിക്കില്ല. പിന്നാലെ ശങ്കർ പുറത്തിറങ്ങി. സീനിയറിന്റെ നിർദ്ദേശവും വാങ്ങി അനുവാദവും കിട്ടി. തന്റെ തേജസ് എടുത്ത് അവൻ പറന്നുയർന്നു. കൂട്ടത്തിൽ മറ്റ് ഫൈറ്റർ ജെറ്റുകളുമുണ്ട്. ജെസി കപ്പലിൽ നിന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങോട്ടേക്ക് ശങ്കറും സംഘവും വന്നെത്തി. ശങ്കർ ആക്രമണങ്ങൾ ആരംഭിച്ചു. പാകിസ്ഥാനി ഫ്രിഗേറ്റുകൾ വളരെ കൃത്യമായി ശങ്കറും സംഘവും നശിപ്പിച്ചുകൊണ്ടിരുന്നു. ഇതിനിടയിൽ ശങ്കറിന്റെ ജെറ്റിൽ വെടിയേറ്റു. തീ പടർന്നു പിടിക്കുകയാണ്. ശങ്കറിനോട് തിരികെ വരാനും വെപ്പൺസ് ഇല്ലാത്തതുകൊണ്ട് ഒരു ഘട്ടത്തിൽ ജെറ്റിൽ നിന്ന് എജക്ട് ചെയ്ത് രക്ഷപ്പെടാനും കമാൻഡറുടെ നിർദ്ദേശമെത്തി. പക്ഷേ അതൊന്നും ശങ്കർ ചെവികൊള്ളുന്നേയില്ല. അവൻ മനസ്സിൽ ചിലത് കണ്ടിരുന്നു. ഒരു ഫ്രിഗേറ്റ് മാത്രമാണ് അവശേഷിക്കുന്നത്. അത് നശിപ്പിച്ചാൽ INS സംരക്ഷിക്കപ്പെടും, ജെസിയും രക്ഷപ്പെടും. ശങ്കർ ഫ്രിഗേറ്റിന് നേരെ തന്റെ ജെറ്റ് തിരിച്ചു. അത് ലക്ഷ്യമാക്കി പാഞ്ഞെടുത്തു. ആത്മാഹുതി ചെയ്യാൻ അവൻ തീരുമാനിച്ചു.
തീരുമാനിച്ചിരുന്നു. ഫൈറ്റർ ജെറ്റ് ഇടിച്ചിറക്കി അവൻ ആ ഫ്രിഗേറ്റ് തകർത്തു. ജെസ്സി സംരക്ഷിക്കപ്പെട്ടു. INSഉം ഞെട്ടലോടെ ജെസ്സി ഇത് നോക്കിക്കണ്ടിരുന്നു. മറുവശത്ത് ലേബർ റൂമിലായിരുന്ന മുക്തി കുട്ടിക്ക് ജന്മം കൊടുത്തു. പിന്നാലെ അവളും മരണമടഞ്ഞു. ആത്മാഹുതി ചെയ്യുന്നതിന് മുമ്പ് ശങ്കർ പറഞ്ഞിരുന്നു, നമ്മുടെ പ്രണയം നമ്മളെ എരിച്ചു കളഞ്ഞിരിക്കുന്നു. നമുക്ക് ശേഷം വരുന്നവർ പലതും വലിയ പല കാര്യങ്ങളും കണ്ടെത്തും. പക്ഷേ ആത്മാർത്ഥ പ്രണയത്തോട് ജീവിച്ച അവസാന തലമുറ നമ്മുടേതായിരിക്കും. നീ ഇതെല്ലാം നിന്റെ മകന് പറഞ്ഞു കൊടുക്കണം. എന്റെ പ്രണയം ഇവിടെ അവസാനിക്കുന്നില്ല മുക്തി, ഞാൻ തിരികെ വരും. മഹാദേവന്റെ ഈശ്വരന്റെ തീരുമാനപ്രകാരം ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ ചലച്ചിത്രം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.